ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടിപ്പീണരാൻ കണ്ണാടിപ്പീണരാൻ കണ്ണാടിപ്പീണയാൽ എനിക്ക് സൗഖ്യം. കണ്ണാടിപ്പീണരാൻ കണ്ണാടിപ്പീണരാൻ കണ്ണാടിപ്പീണരാൽ എനിക്ക് സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാൽ എനിക്ക് സൗഖ്യം. കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാൽ എനിക്ക് സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഇലയാതിലുണ്ടല്ലോ, ഇലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഇലയാതിലുണ്ടല്ലോ, ഇലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാൽ എനിക്ക് സൗഖ്യം. കണ്ണാടിപ്പീണരാ കണ്ണാടിപ്പീണരാൽ എനിക്ക് സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. നല്ല വൈദ്യന്റെ പരിമളതയിലും സ്വീകരിക്കുക. ഇലയാതിലെ വൈദ്യത്തെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മക്കളുടെ അവിശ്വാസം ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്നൊരു വിഷയമാണ്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടപ്പിറപ്പുകളെ, മനുഷ്യന്റെ ജീവിതത്തിൽ സ്വപ്രയത്നങ്ങൾ പലതും പരാജയപ്പെടുകയും അസാധ്യതകളുടെ സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ട് അവർ നിരാശരാകുകയും പല പല കാത്തിരിപ്പുകളും പാഴായിത്തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അസാധ്യമെന്ന് വിധി എഴുതിയ അനേക വിഷയങ്ങളുടെ മുൻപിൽ പതറി നിൽക്കുന്ന നിരാശയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യന് വിശ്വസിക്കുവാൻ ഉള്ള, ആശ്വസിക്കുവാൻ ഉള്ള, ഏറ്റെടുക്കുവാനുള്ള ഒരു ദൂതാണ് മനുഷ്യർക്ക് അസാധ്യമെന്ന് കരുതുന്നത് ദൈവത്താൽ സാധ്യമാകും എന്നുള്ള ദൂത്. കൂടപ്പിറപ്പ്, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ? താങ്കൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുമോ? എങ്കിൽ ഈ വചനത്തിന്റെ ശക്തി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടും. താങ്കളുടെ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ദൂത് പറയുന്നതാണ്, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതുന്നത്, മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ വിഷയങ്ങളെ കാണുമ്പോൾ
അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും നടക്കത്തില്ല എന്ന് അവർക്ക് തോന്നുന്നതും കാണുന്നതുമാണെങ്കിൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമെന്ന് കരുതുന്നത് ദൈവത്താൽ സാധ്യമാകും. അത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ വിശ്വസിച്ചില്ലെങ്കിലും അവർ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾക്കത് വിശ്വസിക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഈ ദൂതിൽ ആശ്വാസം കൈക്കൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റുവാനും ഇന്ന് പകലിൽ ഇടയാകട്ടെ. ദൈവദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമിനോടും സാറയോടും ദൈവം പറയുന്ന ദൂതിൽ അവർക്ക് ആശ്ചര്യമുണ്ടായിട്ടുണ്ട്. 1 ആണ്ട് കഴിയുമ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ആ ദൂതാണ് സ്വർഗം അവരോട് പറഞ്ഞത്. എന്നാൽ അവർക്ക് ആ ദൂത് വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ സാറ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ് ഉണ്ടായതെന്ന് വചനം വായിക്കുമ്പോൾ, ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹോവയുടെ ഈ വാക്കുകളെ സാറ സംശയിച്ചു എന്നാണ് ആ ചിരി വ്യക്തമാക്കുന്നത്. ശാരീരിക കഴിവുകളെല്ലാം ഒരു കുഞ്ഞുണ്ടാകുവാനുള്ള, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുവാനുള്ള, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള തൻ്റെ ശരീരത്തിൻ്റെ കഴിവുകളെല്ലാം നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് തനിക്ക് എന്ന് സാറയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു സാറ. അവൾ കേട്ട ദൂത് അവളുടെ ബുദ്ധി കൊണ്ട് ആ ദൂതിനെ അളന്നു. ആ ദൂതിനെ തൻ്റെ ബുദ്ധി കൊണ്ട് അളന്നിട്ട്, ഇതെങ്ങനെ എന്നിൽ സംഭവിക്കാനാണ്? ഞാൻ വന്ധ്യയായ വൃദ്ധയായ ഒരു സ്ത്രീയാണല്ലോ എന്ന ചിന്തയാണ് തന്നെ ഭരിച്ചത്. ആ ചിന്തയിലാണ് താൻ ചിരിച്ചു പോയത്. മറഞ്ഞു നിന്ന് ഉള്ളിൽ ചിരിച്ച ആ ചിരി ആരും കണ്ടില്ല, ആരും കാണാനുള്ള ചിരി അല്ലായിരുന്നത്, ആരും കാണിക്കാനുള്ള ചിരി അല്ലായിരുന്നത്. എന്നാൽ താൻ ആ കൂടാരത്തിൻ്റെ മറശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് തൻ്റെ ഉള്ളുകൊണ്ട് ചിരിച്ച ആ ചിരി കാണേണ്ടിയവൻ കണ്ടു. ആ ഉള്ളുകൊണ്ട് ചിരിച്ച ആ ചിരി രഹസ്യങ്ങളെ കാണുന്ന ദൈവം കണ്ടപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയർന്നു. സാറ എന്തിനാ ചിരിച്ചത്? ഒരുപക്ഷെ അവൾ ചിരിച്ചത്, ഉള്ളുകൊണ്ട് ചിരിച്ചത് ഭർത്താവ് അബ്രഹാം പോലും കണ്ടു കാണത്തില്ല, അറിഞ്ഞു കാണത്തില്ല. എന്നാൽ സർവജ്ഞാനിയുടെ കണ്ണിൽ ആ ചിരി കണ്ടിട്ട് സ്വർഗത്തിലെ ഉന്നതനായ സർവശക്തനായ ദൈവം ചോദിക്കുന്നു, സാറ എന്തിന് ചിരിച്ചു? അതിനവൾ കള്ളവും കൂടി പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. ഇല്ല, നീ ചിരിച്ചു എന്ന് ദൈവം ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഒരു ചോദ്യം, അവിടെ ഒരു കൽപ്പന പോലെ ഒരു ശബ്ദം കർത്താവ് പുറപ്പെടുവിച്ചു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടെ സാറയോട് ചോദിക്കുക, അബ്രഹാമിനോട് ചോദിക്കുക. സാറയെ, നിന്റെ ശരീരം ബലഹീനവും നിന്റെ ശേഷി നഷ്ടപ്പെട്ടവളുമാണ് നീ. എന്നാൽ ഏതവസ്ഥയിലും പ്രവർത്തിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്നാണ് ദൈവം തന്നോട് ചോദിക്കുന്നത്. ഈ ചോദ്യം ഒരുപക്ഷെ ഇന്ന് പകലിൽ കൂടപ്പുറപ്പെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാരത്തോടോ, ഒരു രോഗത്തോടോ, ഒരു തകർച്ചയോടോ, ഒരു തളർച്ചയോടോ, ഒരു പോരാട്ടത്തോടോ, പോരായ്മയോടോ ഒക്കെയുള്ള ബന്ധത്തിൽ നിങ്ങളോടും ദൈവം ചോദിക്കുകയാണ്. ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, എന്നാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിന്റെ വിഷയം പരിഹരിക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണം. അതേ പ്രിയരെ, നിങ്ങളുടെ അസാധ്യതകളെ നോക്കി നിങ്ങൾ ഭയപ്പെടേണ്ട, അഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഏത് അസാധ്യതകളിലും ഏതവസ്ഥയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. പ്രിയരെ, മനുഷ്യന്റെ അവിശ്വാസം മൂലമാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാത്തത് എന്ന് തിരിച്ചറിയുക. അവിശ്വസിക്കുന്നവരുടെ മേലും അവിശ്വസിക്കുന്നവരുടെ ഇടയിലും ദൈവം ഒരത്ഭുതവും ചെയ്യുകയില്ല എന്ന് തിരിച്ചറിയുക. പിന്നെ ആരുടെ മേലാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്? നോക്കൂ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിലും ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി
അവൻ ആശ്ചര്യപ്പെട്ടു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ അവിശ്വാസം മൂലം യേശുവിന് അവിടെ വേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വായിക്കുന്നു. മനുഷ്യന്റെ അവിശ്വാസം ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ് പ്രിയരെ. കൂടപ്പിറപ്പേ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച്, ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തെക്കുറിച്ച്, ദൈവം നിങ്ങളെ നടത്തുന്ന നടത്തിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലെ അവിശ്വാസം നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്താമെന്ന് വാഗ്ദത്തം ചെയ്ത നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. അവിശ്വാസത്തിൻ്റെ കഠിന വാക്കുകൾ നിമിത്തം യേശുക്രിസ്തുവിൻ്റെ ഉള്ളം നൊന്തു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പിന്നെയും ഉള്ളം നൊന്തു, കല്ലറയ്ക്കലെത്തി. അവിടെ കൂടി നിന്നവരുടെ അവിശ്വാസത്തിന്റെ കാഠിന്യ വാക്കുകൾ നിമിത്തം തന്നെ മാർത്തയോട് കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുക, വിശ്വസിക്കുന്ന ഒരുവന് അവന്റെ മഹത്വം കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. കൂടപ്പിറപ്പുകളെ, നമ്മിലുള്ള അവിശ്വാസം പ്രവർത്തിക്കുവാൻ ചലിക്കുന്ന പ്രവർത്തനനിരതമായ കൈകളെ, കർത്താവിന്റെ കരങ്ങളെ തന്നെ തടയുന്നതാണ് എന്ന് തിരിച്ചറിയണം. ദൈവപൈതലാകുന്ന താങ്കൾക്ക് അവന്റെ മഹത്വകരമായ പ്രവൃത്തികൾ, അസാധ്യതകൾ സാധ്യമാക്കുന്ന ആ പ്രവൃത്തികൾ കാണുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് കാരണം നമ്മിലുള്ള അവിശ്വാസം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഉള്ളത് നിങ്ങളുടെ ഉള്ളിലെ ശക്തമായ വിശ്വാസമായി തീരട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകലിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് കാണും. ഇതേ വിശ്വാസം തന്നെയാണ് ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും സൗഖ്യമാകാൻ കഴിയാതെ രോഗസൗഖ്യമെന്ന വലിയ ഒരു അസാധ്യവുമായി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും, ഞാൻ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പ്രേരിപ്പിച്ചു. അവൾ കർത്താവിൻ്റെ മഹത്വം കണ്ടു മടങ്ങുവാനിടയായി. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥ അവൾക്കറിയാമായിരുന്നു. എന്നാൽ കല്ലുകളിൽ നിന്ന് പോലും അബ്രഹാമിന് മക്കളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന വിശ്വാസമാണ് ദൈവം തൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയരെ, ഇന്ന് പകൽ അങ്ങനെയൊന്ന് വിശ്വസിക്കുക. ഈ പ്രവർത്തിക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ തടയാൻ ഇടയാകുന്ന അവിശ്വാസം പുറപ്പെടുവിക്കാതെ, അവിശ്വാസത്തിൻ്റെ കാഠിന്യ വാക്കുകൾ പറയാതെ വിശ്വസിക്കുക. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല, എൻ്റെ ദൈവം എന്നെ ഇവിടെ കൈവിട്ട് കളയില്ല, അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഉറച്ചു വിശ്വസിക്കുക പ്രിയരെ, വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. താങ്കൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, ദൈവകൃപയിൽ പരിപാലിക്കണമേ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ അസാധ്യമെന്ന് കരുതി അവർ തളർന്നിരിക്കുന്ന, അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന് സാധ്യമാണ്, ദൈവം എന്നെ കൈവിടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഈ വചനത്തിൻ്റെ കേൾവി അവർ വിശ്വസിക്കുവാനോ വിശ്വാസം പ്രഖ്യാപിക്കുവാനും ഇടയാകുവാനും അതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനും കാണുവാനും ഇന്ന് പകൽ ഇടയാക്കണമേ. സൗഖ്യമില്ലാത്തവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനം അഴിഞ്ഞവർ വിടുതൽ പ്രാപിക്കട്ടെ. വഴി തുറക്കപ്പെടേണ്ടവർക്ക് വഴി തുറക്കപ്പെടട്ടെ. വാതിൽ തുറക്കപ്പെടേണ്ടവർക്ക് വാതിൽ തുറക്കപ്പെടട്ടെ. നന്മ ലഭിക്കേണ്ടവർക്ക് നന്മ ലഭിക്കട്ടെ. വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടേണ്ടവർക്ക് വാഗ്ദത്തങ്ങൾ നിറവേറ്റിക്കൊടുക്കണമേ. കർത്താവ് ഇത് ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ദൈവകൃപയാൽ നിറയ്ക്കണം. മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്,
ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടിപ്പീണരാൻ 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 എനിക്കു സൗഖ്യം. കണ്ണാടിപ്പീണരാൻ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകൻ യേശുവാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടിപ്പീണരാ 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 എനിക്കു സൗഖ്യം. കണ്ണാടിപ്പീണരാ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഇലയാതിലുണ്ടല്ലോ, ഇലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഇലയാതിലുണ്ടല്ലോ, ഇലയാതിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവനെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടിപ്പീണരാൻ 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 എനിക്കു സൗഖ്യം. കണ്ണാടിപ്പീണരാൻ കണ്ണാടിപ്പീണരാൻ എനിക്കു സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. നല്ല വൈദ്യന്റെ പരിമളതയിലും സ്വീകരിക്കുക. ഗിലെയാദിലെ വൈദ്യനെ തേടുക. യേശുവിന്റെ നാമത്തിൽ